ഇന്നലെ ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ യൂട്യൂബിലിട്ടത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അവസ്ഥയാകെ ശോകം. എഡിറ്റ് ചെയ്തത് ശരിയായിട്ടില്ല, വോയിസ് ഓവർ കൊടുത്തത് ശരിയായിട്ടില്ല. അങ്ങനെ ഞാനത് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 10-25 വ്യൂസ് ആയപ്പോഴത്തേനും എനിക്ക് ആകെപ്പാടെ വിഷമമായിട്ട് ഞാനതങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ആ കണ്ട 25 ഹതഭാഗ്യരുടെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്തായാലും അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഉടനെയൊന്നും ലോങ് വീഡിയോ ഇടൽ നടപടിയാകില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഈ ഒരു സംഭവം ഞാൻ ഷോർട്ടായിട്ട് ഇടണമെന്ന് വിചാരിച്ച് എടുത്തു വച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് ഇട്ടാലോ എന്ന് വിചാരിച്ചേ. ഇതൊരു സൂപ്പർ സാധനമാണ് കേട്ടോ. എനിക്ക് അലർജി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാ സാധനത്തിനും അലർജിയാണ്. സോപ്പിന് ഇങ്ങനെ ഡിഷ് വാഷൊക്കെ ഇങ്ങനെ മാറ്റി മേടിക്കുമ്പോൾ എനിക്ക് അലർജിയാവും. അപ്പം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും കേട്ടോ. പക്ഷെ ഒന്നും എനിക്ക് ശരിയാവില്ല. എല്ലാം ഇങ്ങനെ ഭയങ്കര സൈസായിരിക്കൂലേ, നമ്മുടെ വിരലിനെ കഴിഞ്ഞും വലുത്. പാത്രം കഴുകാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ പാത്രമൊക്കെ എടുത്ത് കൈ പിടിക്കുമ്പോൾ താഴോട്ടൊക്കെ പോവും. അങ്ങനെ ശരിക്കൊരു സുഖമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മേടിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സാധനമാണ് ഇത്. കറക്റ്റ് നമ്മുടെ കൈക്ക് ഫിറ്റായിട്ടിരിക്കും. പാത്രമൊക്കെ കഴുകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എൽബോ ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് ഉള്ളിൽ വെള്ളം കയറത്തില്ല. പിന്നെന്താ, ഇതിൻ്റെ ഉള്ളിൽ നല്ല കംഫർട്ടാണ്. നല്ലൊരു സോഫ്റ്റ് തുണിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നല്ല കംഫർട്ടാണ് നമുക്കിത് ഇടുമ്പം. ഇനി ഇത് റബ്ബറാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. എനിക്കിതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ലിങ്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ ക്ലിക്കബിൾ അല്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ ബിഗിനർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഇത് ഭയങ്കര അടിച്ചു കൊടുക്കുന്നവരുടെ ഇത് വരുന്നുണ്ട്. ഇത് അടിപൊളി സാധനമാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ ഇതിടും, പാത്രം കഴുകും, അതിന് ശേഷം തുണിയെല്ലാം അലക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇത് എടുത്തു വെക്കുള്ളൂ. കൈ നല്ല അടിപൊളിയായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. കുറേ നാൾ പല സാധനങ്ങളും മേടിച്ചിട്ടാട്ടോ എനിക്കിത് വർക്കാവുന്നത്. ഒന്നാമത് എനിക്ക് അലർജി ആയതുകൊണ്ട് എൻ്റെ കാലെല്ലാം തൊലി പൊട്ടിയാൽ കുളമായിട്ടായിരിക്കുന്നു. അപ്പോൾ കൈയെങ്കിലും ഒന്ന് വൃത്തിക്കിരിക്കണം എന്നുണ്ടേ. അതിന് നടപടിയാകുമെന്ന് വിചാരിക്കാം. അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നത് മറക്കണ്ട, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് യൂട്യൂബ് കാണുന്ന പോലെയല്ല കേട്ടോ. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഈ ഷോർട്ടൊക്കെ കണ്ടു പോകുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ലൈക്ക് പോലും കിട്ടാത്ത, ഒരു കമൻറ്റ് പോലും ഇല്ലാത്ത ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഞാൻ ലൈക്ക് ഇടും, ഒരു കമൻ്റൊക്കെ ഇടും. അന്നേരം പിള്ളേർ ചോദിക്കും, തന്നെ അമ്മ ഇതൊരു അമ്മയ്ക്ക് പരിചയമുള്ള ആൾക്കാരെ അല്ലല്ലോ, അല്ലെങ്കിൽ അപ്പം ഞാൻ പറയും ഇതിൻ്റെ കഷ്ടപ്പാട് ഇപ്പം എനിക്കറിയാം. ഇതിങ്ങനെ ഒരു ലൈക്ക് പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കമൻറ്റ് പോലും ഇല്ലാണ്ടൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ അവരുടെ വിഷമം. ഇത് ശരിക്കും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ലൈക്കുണ്ടോ കമൻറ്റുണ്ടോ, ഇതിങ്ങനെ ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു മനപ്രയാസമാണ്. അപ്പം നിങ്ങൾ അതുപോലെ എൻ്റെ വീഡിയോയുടെ ശോകാവസ്ഥ കാണുമ്പം ലൈക്കും കമൻറ്റും ചെയ്തിട്ട് പോകണമെന്നേ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ കണ്ടോ, ഞാൻ നല്ല അടിപൊളിയായിട്ട് തകൃതിയായിട്ട് പാത്രം കഴുകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ എൻ്റെ വയറെന്നെ ഇങ്ങനെ തള്ളിയിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം വയർ ഒതുങ്ങിയിട്ടില്ല കേട്ടോ. അതിനുശേഷം ഇങ്ങനെ തന്നെയാണ് വയറിരിക്കൽ. പക്ഷെ അത് ഒളിപ്പിച്ച് വെക്കണം എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഞാൻ വീഡിയോ പിന്നെ എടുത്ത് കാണുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഇനി വീഡിയോ എടുക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കുവേ. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കുക, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ.
ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പതുക്കെ വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനുള്ളിൽ ഒട്ടും വെള്ളം കയറില്ലാട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അതുപോലെ എൻ്റെ ചാനലിൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയും എൻ്റെ ഗാർഡൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് ഇത് നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഇത് അഴിച്ച് എടുത്ത് വെക്കാനായിട്ട്. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. പുറത്ത് കാട് പറിക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇത് കൊള്ളില്ല കേട്ടോ. കിച്ചൺ യൂസ് മാത്രം. നമുക്ക് തുണിയും വാഷ് ചെയ്യാം, പിന്നെ കിച്ചൺ യൂസും. ഓക്കെ, ബൈ.